ഹേ ഹലോ വെൽക്കം ബാക്ക് ടു ദ മൂവി റിവ്യൂ ഓഫ് ഖലീഫ. കുറെ കാലങ്ങൾക്ക് ശേഷം പൃഥ്വിരാജിന്റെ ഒരു കിടിലൻ മൂവി കാണണം കേട്ടോ. അത്യാവശ്യം നല്ല ഫൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, മാസമായിരുന്നു. ഞാൻ കാണാൻ പോയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഓണൊക്കെയല്ലേ വരുന്നത്. പിന്നെ പൃഥ്വിരാജിന്റെ പഴയ മൂവീസ് ഒക്കെ ഇല്ലേ, നമ്മുടെ താന്തോന്നി, പുതിയ മുഖം, ആ ഒരു ടൈമിലുള്ള പ്രൈം പൃഥ്വിരാജിനെ നമുക്ക് ഈ ഒരു മൂവിയിൽ കാണാൻ പറ്റിയെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രസൻസ് ആയിരുന്നു, സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു പൃഥ്വിരാജിനുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ലുക്കാ. ഈ ഒരു പ്രായത്തിൽ എങ്ങനെ ഈ ലുക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആലോചിക്കും. ആ മുന്നേ അൻവറിലും പുതിയ മുഖത്തിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ടൈമിലുള്ള പൃഥ്വിരാജിന്റെ ഒരു ചെറുപ്പ ലുക്കല്ലേ, പ്രേമിച്ച് കിടക്കണ കാലഘട്ടമൊക്കെ പൃഥ്വിരാജിന്റെ ഇതിൽ കാണിക്കുന്നുണ്ട്. ചെറുപ്പമായിട്ടുള്ള ഒരു കാലഘട്ടം, അതൊക്കെ എന്തുട്ട ലുക്ക്. താടിയും മീശയൊന്നുമില്ലാതെ ട്രിം ചെയ്തിട്ട് അടിപൊളിയായിരുന്നിട്ടാ. മൂവിയുടെ സ്റ്റാർട്ടിങ് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നില്ല എനിക്ക്. ബട്ട് ഒരു ഫസ്റ്റ് ഹാഫിന്റെ പകുതി അങ്ങോട്ട് കഴിയുമ്പോൾ പിന്നെ ഒരു ഗ്രിപ്പ് വരുന്നുണ്ട് മൂവിക്ക്. നമ്മളെ എൻഗേജ് ചെയ്തങ്ങ് ഇരുത്തും. വെറുതെ എങ്ങനെയൊക്കെയോ കഥ പോകാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ അങ്ങോട്ട് എടുത്തിട്ടിട്ട് അങ്ങനെ പോവല്ല. പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസ്മെന്റ്സ്, ഓരോ സീനും ഓരോ സിറ്റുവേഷൻസിനും പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസ്മെന്റ്സ് കൊടുത്ത് നല്ല ഗ്രിപ്പുള്ള ഒരു സ്റ്റോറി ലൈൻ. ഒരുവിധം നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള പല മൂവീസായിട്ടൊക്കെ നമുക്ക് ഒരു സാമ്യത പോലെയൊക്കെ അങ്ങനെയൊക്കെ തോന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവിയുടെ സ്റ്റോറി അങ്ങനെയാണ്, ഒരു കഥ. ബട്ട് ഈ മൂവിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയും കൂടി ഉണ്ട്, അതും കിഡിലായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ മൂവി ഒരു അത്യാവശ്യം നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിൽ ഒരു സ്റ്റോറി കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂവി അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ടീം വർക്കും മൊത്തത്തിലുള്ള ഫൈറ്റ് സീനൊക്കെ എടുത്ത് വെച്ചിരുന്നത് അടിപൊളിയാണ്. ക്യാമറ, എഡിറ്റിങ്, സിനിമറ്റോഗ്രാഫി, പൃഥ്വിരാജിന്റെ അഭിനയം, അതേപോലെ തന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ്. ഇതില് ഈ പൃഥ്വിരാജിന്റെ ഫാമിലി ആയിട്ടുള്ള അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒരു സ്മഗ്ലർ എന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി, ജസ്റ്റ് ഫൈറ്റ്, കുറെ ഫൈറ്റ്, ഗൺ ഷോട്ട്സ്, അങ്ങനെ ചുമ്മാ അങ്ങനെ പോവല്ല. ഫാമിലി ഉണ്ട്, ഇമോഷൻ പാർട്ടൊക്കെ വളരെ, ഇങ്ങനത്തെ മൂവീസിൽ ഇമോഷൻ പാർട്ട് വളരെ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോവാതെ നിർത്തി നിർത്തി കൃത്യമായിട്ട് ആ പാർട്ടുകളൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി തരുന്ന രീതിയിൽ കാണിച്ചിട്ടാണ് മൂവി അതിന് മുന്നോട്ട് പോകുന്നത്. പൃഥ്വിരാജിന്റെ കുറെ സീനൊക്കെ ഉണ്ട്, ഇമോഷണൽ പാർട്ടിൽ വരുമ്പോഴുള്ള കുറെ ആക്ടിങ് കാര്യങ്ങൾ, അതൊക്കെ അടിപൊളിയായിരുന്നു. ലാസ്റ്റ് ഒരു ഫൈറ്റ് സീനിൽ പൃഥ്വിരാജ് റിവഞ്ച് മൂഡിൽ വരുമ്പോൾ പൃഥ്വിരാജിന്റെ ഫേസിൽ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ആ ദേഷ്യം വന്നിട്ട് തുറപ്പിച്ച് നോക്കി, ഒരാളെ കൊല്ലണം എന്നുള്ള രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് ഒരാൾ മാറുമ്പോൾ എങ്ങനെയാണ് അയാളുടെ മുഖഭാവം എന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് ആ ഒരു പെർട്ടിക്കുലർ സെക്കൻഡ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ മൂവിയിലെ പൃഥ്വിരാജിന്റെ ഫേസിൽ മാറുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ലാസ്റ്റ് ഒരു ജയിലിലിട്ടുള്ള ഒരു ഫൈറ്റ് ആണ്, അത് ഞാൻ കൂടുതൽ പറയുന്നില്ല, ഇപ്പൊ സ്പോയിലർ ആവും. പിന്നെ മൂവിയിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റത്തെ ഒരു 10 മിനിറ്റില് പടത്തിൽ കാണിച്ചു വെച്ചൊരു സംഭവം ഉണ്ട്. മോഹൻലാല് ഈ മൂവിയിൽ ഉണ്ട് എന്നുള്ളത് ഒരു ഇതെല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അതിപ്പോ പറഞ്ഞെന്ന് വെച്ചാൽ സ്പോയിലർ ആവോ ഇല്ലയെന്ന് അറിയില്ല, അറിയാത്തവരുണ്ടോന്ന് അറിയില്ല, പക്ഷെ ഒരു ഇതെല്ലാവർക്കും അറിയാം. പിന്നെ ഈ നമ്മുടെ മൂവിയുടെ കാസ്റ്റിൽ നോക്കിയാൽ തന്നെ മോഹൻലാലിനെ കാണിക്കും. മോഹൻലാൽ ഉണ്ട്, ഓക്കെ. മോഹൻലാലിന്റെ ലുക്ക് ഇത് വേറെ, ഞാൻ മോഹൻലാലിന് ഇങ്ങനെ ഒരു ലുക്കിൽ ഒരു സിനിമയിലും കണ്ടില്ല. അത്ര കിടിലം ലുക്കും കിടിലം മേക്ക് ഓവർ ആയിട്ടുണ്ട്, ഒരു രക്ഷയില്ല കേട്ടോ. ആ മോഹൻലാലിന്റെ ആ ഒരു സീനുണ്ട്, കടന്നു വരുന്ന ആ സ്ക്രീനിലേക്ക്, ആ ഫ്രെയിമിലേക്ക് മോഹൻലാൽ കടന്നു വരുന്ന ആ ഒരു സീൻ എടുത്ത് വെച്ചിരിക്കുന്നത് കിടിലാണ്, ഒരു രക്ഷയില്ല. അതേപോലെ തന്നെ മോഹൻലാലിന്റെ ഓൾറെഡി ഒരു ഇത് എല്ലാവർക്കും അറിയാം. ബട്ട് ഇത് കൂടാഞ്ഞിട്ട് വേറെ 2-3 ക്യാമിയും കൂടി, സ്പെഷ്യൽ ക്യാമിയും കൂടി ഇതിൽ വരുന്നുണ്ട്. എന്റെ മൊത്തം അതിൽ ഒരു ക്യാമിയോ, ലാസ്റ്റ് ഒരു ക്യാമിയോ, എന്റെ പൊന്നു പക്ക ബ്രൂട്ടൽ. നമ്മുടെ ആനിമൽ മൂവിയില് ലാസ്റ്റ് വരുന്ന വില്ലനില്ലേ, നമ്മുടെ അതേപോലെയൊക്കെ. ഞാൻ കൂടുതൽ പറയണില്ല, അത് ആ ഒരു ഫീൽ നമ്മൾ പോയി കാണ്. അതാണ് ആ ക്യാമിയോ സൂപ്പർ. ഞാൻ ആക്ടറുടെ പേരൊന്നും എടുത്ത് പറഞ്ഞില്ല, അതിപ്പോ കാസ്റ്റിലൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പൊ പോയി കാണുമ്പോൾ സർപ്രൈസിംഗിൽ കാണുമ്പോൾ എല്ലാവർക്കും ആ ഒരു ഫീൽ കിട്ടുള്ളൂ. ഞാനും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ 2 ക്യാമിയോ ഇതിൽ വരുന്നുണ്ടെന്ന്. മോഹൻലാലിന്റെ കാര്യം എനിക്ക് ഓൾറെഡി അറിയായിരുന്നു. ബട്ട് മൂവി കൊണ്ടുപോയി നിർത്തണത്, മൂവിയുടെ തുടക്കം കുറച്ച് ചെറുതായിട്ട് ക്രിഞ്ച് ഒരു പൊട്ടിക്കിട്ടിട്ടുണ്ടായിരുന്നു മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ ഒരു ഫസ്റ്റ് ഹാഫിന്റെ ഹാഫ് കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ പിന്നെ മൂവി ആ കഥയിലേക്ക്, സ്റ്റോറിയിലേക്ക് കിടന്ന് പിന്നെ നമ്മളെ പിടിച്ചിരുത്തി ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് നമ്മള് ഇങ്ങനെ നോക്കിയിരിക്കും എന്താ ഉണ്ടാവാന്ന് വെച്ച്. അങ്ങനെ നല്ല ഗ്രിപ്പിംഗ് ആയിട്ടുള്ള കിടില മൂവി ആയിരുന്നു. ധൈര്യമായിട്ട് ഈ മൂവി തിയേറ്ററിൽ പോയി കാണാം എന്നാണ് എനിക്ക് പറയാം. ഒരു നഷ്ടമില്ല, കിടില മൂവി.
പൃഥ്വിരാജ് നല്ല പോലെ ഈ മൂവിയിൽ ചെയ്തിട്ടുണ്ട്. ആളുടെ ലുക്കും, ആള് മൊത്തത്തിൽ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് സീൻസ് ഒക്കെ ആയിക്കോട്ടെ, ഒരു ബസ്സിലൊക്കെ ഇട്ടുള്ള ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല ജയിലില് ഫൈറ്റ് മൂവി എന്ന് പറയുമ്പോൾ കുറെ അങ്ങോട്ട് ഫൈറ്റ് അങ്ങോട്ട് വാരിയിട്ടല്ല ഇതിൽ ചെയ്യുന്നത്. കൃത്യമായ പ്രോപ്പറായ റീസൺസ് ഉണ്ട് ഓരോ ഫൈറ്റ് വരുന്നത് എന്തുകൊണ്ട്, അങ്ങനെ അങ്ങനെ ഓരോരോ സീൻ ബൈ സീൻ. പിന്നെ ഈ മൂവിയിലെ കുറെ വിഷ്വൽസ്, കുറെ പ്ലേസ് അതൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്, കാർസ്, അങ്ങനെ കിഡിലായിട്ട് മൂവിക്ക് ഒരു സ്റ്റോറി ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഉണ്ട്. ഈ ഗോൾഡ് ഫീൽഡ്, ജ്വല്ലറി ഫീൽഡ്, അങ്ങനെ അതുമായി ബന്ധപ്പെട്ടൊരു ബാക്ക്ഗ്രൗണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഈ പൃഥ്വിരാജിന്റെ ഗ്രാൻഡ് ഫാദർ. നമുക്ക് ട്രെയിലർ കണ്ടറിയാം. അപ്പോ അമർ അലിയാണ് പൃഥ്വിരാജ്. അപ്പൊ പൃഥ്വിരാജിന്റെ ഗ്രാൻഡ് ഫാദറിന് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. പിന്നെ പടത്തിലെ വില്ലനായിട്ട് വരേണ്ടത് നമ്മുടെ കത്തി മൂവിയിലെ വില്ലനാന്ന് തോന്നുന്നത്. കണ്ടിട്ട് പോലെ ഉണ്ട് ആളെന്നെയൊന്ന് വിചാരിക്കുന്നത്, നീൽ നിതിൻ അങ്ങനത്തെ ഒരു പേര്. പിന്നെ ഇന്ദ്രൻസ് ഉണ്ട്. ഇന്ദ്രൻസിന്റെ ക്യാരക്ടർ ഒരു സൈഡിൽ കൂടെ അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു മൂവിയിലെ കാസ്റ്റിങ്ങും ആ ഒരു ഫ്രെയിംസും മൂവി എടുത്ത് വെച്ചിരിക്കുന്നതും നല്ല എൻഗേജിങ് ആണ് മൂവി. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും. അപ്പോ ഇനിയിപ്പോ അടുത്തത് ബെത്ലഹേം കുടുംബ യൂണിറ്റ് ആണ് ഇനി കാണാൻ പോകുന്നത്. അപ്പൊ എന്തായാലും അടുത്തൊരു മൂവി റിവ്യൂ ആയിട്ട് കാണാം കേട്ടോ. ബൈ.